ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. കഴിഞ്ഞ കായികമേളയിൽ മത്സരത്തിൽ പങ്കെടുത്ത രണ്ട് പ്രമുഖ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അടുത്ത വർഷം കായികമേളയിൽ പങ്കെടുക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുരുന്നുകളോട് ഇങ്ങനെ ക്രൂരത പാടുണ്ടോ? കാരണം നമ്മളുടെ സമൂഹത്തിൽ വലിയ തരത്തിൽ കായികമേളയിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് പ്രമുഖ സ്കൂളുകളാണ്. ഒന്ന് കോതമംഗലത്തെ മാർ ബേസിൽ സ്കൂളും, രണ്ടാമത്തെ മലപ്പുറത്തെ തിരുനാവായ നാവാമുകുന്ദ സ്കൂളും. ഈ രണ്ട് സ്കൂളുകളിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കായിക താരങ്ങളുണ്ടാകുന്നത്. ഈ സ്കൂളിലെ കുട്ടികൾ അടുത്ത വർഷം കായികമേളയിൽ പങ്കെടുക്കേണ്ട എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു. എന്താണ് സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യപരമായ വ്യവസ്ഥയിലെ അവകാശമാണ് ഇതിലൂടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്താണ് ശരിക്കുള്ള പ്രശ്നങ്ങൾ? പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ തിരുനാവായ നവമുകുന്ദ സ്കൂൾ സെക്കൻഡ് ആകേണ്ടതായിരുന്നു. തേർഡ് പ്ലേസിൽ സെയിൻറ്റ് ബേസിൽ സ്കൂൾ കോതമംഗലം വരെ. അതായത് കഴിഞ്ഞ നവംബറിൽ നമ്മളിപ്പോൾ 2025 നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ 2024 നവംബറിൽ കൊച്ചിയിൽ വെച്ച് നടന്ന സ്കൂൾ കായികമേളയിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഗ്രൗണ്ടിൽ മഹാരാജ് കോളേജ് ഗ്രൗണ്ടിലായിരുന്നു സംഭവം നടന്നത്. അപ്പോൾ ഇവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളുണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ, മത്സരത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ജനറൽ സ്കൂളുകളെല്ലാം ഒരു വിഭാഗമായിട്ടും സ്പോർട്സ് സ്കൂളുകൾ മറ്റൊരു വിഭാഗമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ ഫൈനലെത്തിയ സമയത്ത് ഉദ്യോഗസ്ഥന്മാർ ഇത് അട്ടിമറിച്ചു. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തു. അങ്ങനെ ഒരുമിച്ച് ചേർത്തപ്പോൾ സംഭവിച്ച ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് റണ്ണറപ്പ് ആകേണ്ട സ്കൂൾ നവമുകുന്ദ നേരത്തെ അതായത് നമ്മൾ ഈ പഴയ കാറ്റഗറൈസേഷൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആവേണ്ടത് മലപ്പുറത്തെ നാവാമുകുന്ദ സ്കൂളാണ്. അതേപോലെ തന്നെ സെക്കൻഡായിട്ട് വരേണ്ടത് കോതമംഗലത്തെ മാർ ബേസിൽ സ്കൂളും ആകണം. പക്ഷേ ഇത് ഒരുമിച്ച് ചേർത്ത സമയത്ത് ഫസ്റ്റ് റണ്ണപ്പറായിട്ട് GV രാജ സ്കൂൾ കടന്നു. അപ്പോൾ നാവാമുകുന്ദ 3ാം സ്ഥാനത്തേക്കും അതേപോലെ തന്നെ മാർ ബേസിൽ 4ാം സ്ഥാനത്തേക്കും പോയി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമ്മാനം കിട്ടാനുള്ള ഈ രണ്ട് സ്കൂളുകളും അവർ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ പ്രൊട്ടസ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ, ഒന്നും കിട്ടാനില്ലാത്തവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടുപേരും പ്രൊട്ടസ്റ്റ് ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഒളിമ്പ്യൻസും 25 രാജ്യാന്തര അത്ലറ്റ്സിനെ സൃഷ്ടിച്ചിരിക്കുന്ന സ്കൂളാണ് സെയിൻറ്റ് ബേസിൽ. അപ്പോൾ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യും. കാരണം അവർക്ക് ഈ സ്പോർട്സിൽ ഭാവിയുള്ളവരാണ്. പിന്നെ കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി എന്നോ മറ്റോ പറയുന്ന പോലെ ബാക്കിയുള്ളവർ പ്രൊട്ടസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ദർ ഈസ് നത്തിങ്. അവർക്കൊന്നും കിട്ടാനില്ല, അവർ പ്രൊട്ടസ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ചില ദുരുദ്ദേശങ്ങളുണ്ട്. കാരണം ഇവർ ഈ സ്പോർട്സ് സ്കൂളിന് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റ് പട്ടിക തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഇവർ ഇതനുസരിച്ച് പോയാൽ മതിയല്ലോ. ആ സമയത്ത് സ്പോർട്സ് സ്കൂളിന് വേറെ രീതിയിലാണ് അവരുടെ പട്ടിക തയ്യാറാക്കി. രണ്ട് പട്ടിക ഇതുവരെയുള്ള രീതി അങ്ങനെയായിരുന്നു. അല്ല, അങ്ങനെയായിരുന്നു എന്നുള്ളതല്ല പ്രശ്നം. അങ്ങനെ ആയിരുന്നു എങ്കിൽ, അങ്ങനെ തുടരുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ ആരംഭത്തിൽ തന്നെ ഈ 2 സെപ്പറേറ്റ് കാറ്റഗറിയാക്കി തിരിക്കുക. അത് തിരിക്കാതിരുന്ന എന്തുകൊണ്ട്? അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. കാരണം അപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കില്ല, അപ്പം തന്നെ പ്രൊട്ടസ്റ്റ് ആരംഭിക്കും. അപ്പോൾ പ്രൊട്ടസ്റ്റ് ഒന്നുമില്ലാതെ ഈ പണി മുഴുവനും നടത്തി ആൾക്കാരെ പൊട്ടന്മാരാക്കി അത് കഴിഞ്ഞിട്ടാണ് അവസാനമാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിലെന്തോ ദുരുദ്ദേശം പിന്നിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പക്ഷേ അത് ഒരിക്കലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോ അതേപോലെ തന്നെ കേരള സർക്കാരിന് ഗുണകരമായ കാര്യമല്ല. അന്നത്തെ പ്രൊട്ടസ്റ്റ് തന്നെ ഉണ്ടാകുന്നത് പിണറായി വിജയനാണ് അന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രി നിലയ്ക്ക് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. ആ സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഈ രീതിയിൽ വന്നപ്പോഴാണ് പ്രശ്നം. അതെ, അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് നമ്മൾ ഒളിമ്പിക് രീതിയിൽ ഇത് ഈ മത്സരം സംഘടിപ്പിക്കുക. ആദ്യമായിട്ട് ഒളിമ്പിക്സ് രീതിയിൽ സംഘടിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ തുടക്കത്തിൽ തന്നെ പോയത്? അതെ, അതാണ് ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച എന്ന് പറയുന്നത്. ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അതെങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതിന് പകരം അത് മറച്ചു വെച്ചു. എന്നിട്ട് അവസാനം അതൊക്കെ കൂടി കൂട്ടി കലർത്തി ഒറ്റയാക്കി ഒളിമ്പിക് മോഡലാക്കി പരിപാടി സമയത്ത് ആൾക്കാർ പോകേണ്ട സമയമായി കഴിഞ്ഞപ്പോഴാണ് ഇത് പറയുന്നത്. അതെ, ഇതല്ലല്ലോ രീതി. അവർ തുടക്കം തൊട്ട് ഇങ്ങനെ ആക്കാമായിരുന്നു. പോയിന്റ്സ് കൊടുക്കുമ്പോൾ അതൊക്കെ ശരി. അങ്ങനെ പ്രശ്നങ്ങൾ അവസാനിച്ച് പ്രൊട്ടസ്റ്റ് ഉണ്ടായി. ശരി, അത് ജനാധിപത്യ രീതിയിൽ ഉള്ള പ്രതിഷേധമാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അതല്ല. അതൊന്ന് പ്രതിഷേധം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ വേണ്ട പരിഹരിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് പ്രതിഷേധിച്ച 2 സ്കൂളുകളെ വരാൻ പോകുന്ന വർഷം 2025 സ്കൂൾ കായികമേള പങ്കെടുപ്പിക്കില്ല. പ്രതിഷേധിച്ച 2 സ്കൂളുകൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ അവർക്കാണ് ഈ പ്രശ്നം അറ്റ് സ്റ്റേക്ക് നിൽക്കുന്ന അവരാണ്. അതുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചത്. പ്രതിഷേധിക്കട്ടെ, ഞാൻ പറഞ്ഞു പ്രതിഷേധിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ അവകാശം, അവർ പ്രതിഷേധിക്കണം. പക്ഷേ പ്രതിഷേധിച്ചവരെ മേലാൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന തീരുമാനമെടുക്കാൻ ഇതെന്താ ഹിറ്റ്ലറുടെ രാജ്യം? ഹിറ്റ്ലറുടെ അല്ല, സ്റ്റാലിൻ്റെ രാജ്യം. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഹിറ്റ്ലർ സ്റ്റാലിൻ ആയിക്കൊള്ളട്ടെ ആരായാലും ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് എന്താണ് സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഇത് പിൻവലിച്ചേ പറ്റൂ. ഇവർക്ക് ജനാധിപത്യം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അല്ല, ഇത് ഇവർക്ക് ജനാധിപത്യം ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല പ്രശ്നം. നമുക്ക് ജനാധിപത്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ജനാധിപത്യമായിട്ട് ജനാധിപത്യപരമായിട്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ല, ഇപ്പോൾ മനോരമ എഡിറ്റോറിയൽ ഇറക്കിയിട്ടുണ്ട്, ദീപിക കഴിഞ്ഞ ദിവസം എഡിറ്റോറിയൽ ഇറക്കിയിട്ടുണ്ട്. കുറേ ഈ പബ്ലിക് ഒപ്പീനിയൻ കാണുമ്പോൾ മാറ്റേണ്ടി വരും. അല്ല, അത് മാറ്റണം. പക്ഷേ ഞാൻ പറയണത് ഈ തലക്ക് വെളിവില്ലാത്ത ആളുകളൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുകളിൽ കുടിയിരുത്തിയിരിക്കുന്നത് എന്താണ്? അല്ല, അതിനൊരു പരിഹാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈയിടെയാണല്ലോ പാർലമെന്റ് ഇലക്ഷൻ നടന്നത്. ഈ ശിവദാസനെ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ച് അങ്ങോട്ട് വിട്ടായിരുന്നെങ്കിൽ അവിടെ പാർലമെന്റ് തല്ലിപ്പൊളിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പാർലമെന്റിൽ ജയിക്കണ്ടേ? അല്ല, ജയിക്കില്ല, അത് വേറെ കേസ്. പോവില്ല, ഒന്ന് ശ്രമിക്കാമല്ലോ. ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് വിദ്യാഭ്യാസ ഇവിടെ നിന്ന് ഒഴിഞ്ഞു കിട്ടിയാണ്, അത്ര ഞാൻ പറയാനുള്ളൂ. വിദ്യാഭ്യാസ വകുപ്പ് ശരിയായിട്ടുള്ള രീതിയിൽ ജനാധിപത്യ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുക്കുകയും ഈ സെൻറ്റ് ബേസിൽ മാർ ബേസിൽ സ്കൂളിലെയും അതേപോലെ തന്നെ തിരുനാവായ സ്കൂളിലെയും കുട്ടികളെ അടുത്ത കായിക മത്സരത്തിൽ പങ്കെടുപ്പിക്കും എന്ന് തീരുമാനം അവരെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എടുപ്പിക്കും. അല്ല, പങ്കെടുപ്പിക്കും എന്ന് തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ഒരു തീരുമാനം എടുക്കാതിരുന്നാൽ മതി. പങ്കെടുപ്പിക്കും, ഓട്ടോമാറ്റിക്കലി അവർക്ക് പങ്കെടുക്കാമല്ലോ. ഇങ്ങനെ ഒരു പ്യൂണിറ്റീവ് മെഷർ എടുക്കേണ്ട ആവശ്യം അല്ല. ഇപ്പോൾ അത് റിവഞ്ച് നടപ്പാക്കുന്നതാണ്. അതാണ് ഇതിലെ പ്രശ്നം. അല്ല, ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഒരു ആജ്ഞാപത്രം ഇറങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ പത്രങ്ങളിൽ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. കോടതി വഴിയൊക്കെ ആയാലും കോടതി വഴിയും പത്രങ്ങൾ വഴി ഇതിനൊരു പരിഹാരം ഉണ്ടാവുമല്ലോ. അത് ഇവർക്ക് ഇങ്ങനെ ഒരു ആർബിട്രറി ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അല്ല, ഇപ്പം ഇതിങ്ങനെ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നടപ്പാക്കാനൊന്നും പറ്റില്ലായിരിക്കും. ഇത് വെറുതെ അല്ല. ഈ ശിവദാസന് 1000 ആണോ 900 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയിട്ടുന്ന പാർട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ കാണിക്കും. പക്ഷേ അതിന് പരിഹാരം ഉണ്ടാവും. അല്ല, ഇത് ശിവൻകുട്ടിയുടെ മാത്രം പ്രശ്നമല്ല. ഞാനിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് ശിവൻകുട്ടി ചെയ്തിരിക്കുന്ന ഒരബദ്ധമായിട്ട് ഞാനതിനെ കണക്കാക്കുന്നത്. എങ്ങനെയായാലും ശിവൻകുട്ടി അറിയാതെ നടക്കില്ലല്ലോ. അല്ല, എന്തായി കഴിഞ്ഞാലും വിദ്യാഭ്യാസ വകുപ്പ് ശിവൻകുട്ടി ഈ തീരുമാനത്തിന് അഗൻസ്റ്റാണ്. ശിവൻകുട്ടി ഈ ഉദ്യോഗസ്ഥർ, കേരളത്തിലെ ഉദ്യോഗസ്ഥർ ഈ ഗവൺമെന്റിനെതിരെ തീരുമാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, ഇപ്പം ശിവൻകുട്ടി ആയിക്കഴിഞ്ഞാലും ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാലും തിരുത്തണം. തിരുത്താതെ കേരളം എന്തായാലും ശിവൻകുട്ടിക്ക് പറ്റിയ മണ്ടത്തരം അത് തിരുത്തണം. അത് ശിവൻകുട്ടിയുടെ ഈ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലാതെ ശിവൻകുട്ടിയെ ധിക്കരിച്ചിട്ട് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? അതെങ്ങനെ ചെയ്യില്ല. പക്ഷേ നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഭരണത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥിതിയാണ്. അത് മിക്കവാറും തന്നെ ഉദ്യോഗസ്ഥ ഭരണമാണ്. കാരണം ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരല്ല മന്ത്രിമാർ. ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിവില്ല. പക്ഷെ അതിനുള്ള ധിക്കാരമുണ്ട്. ആ ധിക്കാരം വെച്ച് ധിക്കാരമൊക്കെ കാണിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വകുപ്പ് ഭംഗിയായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം? വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ അത് പ്രവർത്തിക്കണം. അത് പ്രവർത്തിക്കാനായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥരും അതേപോലെ മന്ത്രിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട. ഉദ്യോഗസ്ഥന്മാരെന്താ ചെയ്യുന്നത്? ഞാൻ പറയട്ടെ, LDF ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്താൽ ഇവിടുത്തെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ ഇത് വകുപ്പുകളെ തീരുമാനമാണ്. അല്ലാണ്ട് ഇത് ഇൻഫ്ലുവൻസ് ആരുടെ അല്ല, ഇത് വകുപ്പുകളെ തീരുമാനമാണ്. ആ തീരുമാനം തിരുത്തിയേ പറ്റൂ. അത് പുറമേ നിന്ന് നമുക്ക് അങ്ങനെ പറയാം വകുപ്പ് തീരുമാനമാണെന്ന്. പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ ഈ ദുരുദ്ദേശങ്ങൾ ഉണ്ട്. ഗവൺമെൻറ് എന്തെങ്കിലും താല്പര്യമെടുത്ത് ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം അവർ പറയുമോ ഇവിടെ DGPനെ വലിച്ചെറിയാനായിട്ട് ഇവർക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെയാണോ ഈ ഉദ്യോഗസ്ഥന്മാർ വലിച്ചെറിയാൻ? ഇവർ തിരിച്ച് മാറ്റാൻ മുന്നോട്ട് മാറ്റണം. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത് സ്പോർട്സിൻ്റെ വിഷയമാണ്, പൊളിറ്റിക്സിൻ്റെ വിഷയമല്ല. അപ്പോൾ ഈ സ്പോർട്സിൽ വലിയ തരത്തിൽ മികച്ച നേട്ടങ്ങൾ കേരളത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 2 സ്കൂളാണ് മാർ ബേസിലും അതുപോലെ തന്നെ തിരുനാവായ സ്കൂളും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 2 സ്കൂൾ സ്പോർട്സ് പൊളിറ്റിക്സും അത് പലപ്പോഴും ഇൻ്റർമിങ്കിൾഡ് ആവും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇമ്പാർഷ്യലായിട്ട് കാര്യങ്ങൾ കണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അല്ലാതെ ഈ ശിവദാസനെ പോലെയുള്ള ആളെയൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയൊക്കെ വെച്ചിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ കൺട്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. സ്പോർട്സും അതേപോലെ ഈ പൊളിറ്റിക്സൊക്കെ പലപ്പോഴും ഇൻ്റർട്വൈൻഡായിട്ട് കിടക്കും. അത് ഇതിലും പൊളിറ്റിക്സ് കുറച്ചുണ്ട്. അല്ലാതെ ഒന്നും ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കില്ല. അല്ല, എന്ത് തീരുമാനമായി കഴിഞ്ഞാലും ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ അത് പല പ്രശ്നങ്ങളുണ്ട്.
ഒന്ന് അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് അവരുടെ ഗ്രേസ് മാർക്കിനെ ബാധിക്കുന്ന കാര്യം കൂടിയാണ്. പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണ്, Grace അവർക്ക് marksന്റെ മാർക്ക് പ്രശ്നമുണ്ട്. കിട്ടില്ല, സ്വാഭാവികമായിട്ടും മെഡൽസ് പ്രശ്നമാവും. പോകും. ഇത് രൂക്ഷമായ പ്രശ്നമായി മാറും. അതിക്കുമ്പോൾ അത് പരിഹരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓക്കെ.